മേഡം പാല്. കുറച്ചു നേരം മുമ്പ് ഇവിടേക്ക് ആരെങ്കിലും വരുന്ന കണ്ടായിരുന്നോ? ഇല്ല മേഡം, ഇവിടെ ആരും വന്നില്ലല്ലോ. ഞാൻ അറിയാതെ ഇവിടെ ആര് വരാനാ മേഡം? എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല മേഡം, 10 വർഷമായി ഞാനിവിടെ വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ വെറും ഒരു വാച്ച്മാൻ മാത്രമല്ല മേഡം. വാച്ച്മാൻ കം ഇലക്ട്രീഷ്യൻ കം പ്ലംബർ കം മിൽക്ക്മാൻ കം റൂം ബോയ് കം. നിങ്ങളായിരുന്ന മേഡം? അല്ല, മധു മേഡം. എന്താ കാലത്ത് വന്ന് ബഡായി ബംഗ്ലാവ് അവതരിപ്പിക്കുന്നേ? ബെഡായിയോ? എന്നെ കണ്ടാ ബെഡായി പറയുന്നവനാണെന്ന് തോന്നുന്നു മേഡം. മനസ്സിലായല്ലോ, പോവാൻ നോക്ക്. എന്തടി കയ്യില് റോസൊക്കെ ആയിട്ട്? ഞാൻ വെച്ചതൊന്നും അല്ല, ഗിഫ്റ്റായിട്ട് വന്ന പൂവാ. പിന്നെയോ? ആരാടി ഈ മറഞ്ഞിരിക്കുന്ന കാമുകൻ? ഫ്രം അഡ്രസ് ടു അഡ്രസ് ഒന്നും ഇല്ലാതെ ഡെയിലി ഇങ്ങനെ ഗിഫ്റ്റ് അയക്കലാണല്ലോ. എന്തിനാടി ഈ ഹൈഡ് ആൻഡ് സീക്ക് ലവ്? പട്ടാപ്പകല് ഒരു പേടിയുമില്ലാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലേ? ആലോചിനി വെറുതെ ശല്യപ്പെടുത്താതെ ഞാൻ ഇച്ചിരി ഉറങ്ങട്ടെ. ചൊറിയാടി എന്നെ. നിന്നോട് ഞാൻ സോറി സാർ. എന്താടോ കാവല് നിൽക്കാൻ പറഞ്ഞ സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ? ഇത് ഞാൻ കേൾക്കണം. രാത്രി മുഴുവൻ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പകലും വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ സാർ ഉറങ്ങാൻ പിടിക്കൊന്നും വേണ്ടേ? ഡോ അധികം പാചകം അടിക്കണ്ട. എന്താണിത്? ഇത് പ്ലാസ്റ്റിക് കവറാണ് സാറേ. അതെനിക്കറിയാം. ഈ അപ്പാർട്ട്മെന്റില് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ 50 രൂപ പിഴയാണ്, മനസ്സിലായോ? ഇത് ഞാൻ ഉപയോഗിച്ചില്ല സാറേ. ഇത് ആരിവിടെ കൊണ്ടിട്ടെന്ന് അറിയത്തില്ല സാറേ. ആരിട്ടതെന്ന് അറിയണം. ഈ അപ്പാർട്ട്മെന്റില് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു ഇതൊക്കെ അന്വേഷിക്കലാണ് നിന്റെ ജോലി. അതൊക്കെ പോട്ടെ. സാറേ 50 രൂപയാണല്ലോ സാറേ. 50 രൂപ പിഴ. പിന്നെ 50 രൂപ ആരിവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള പിഴ. ഞാനാരാ മോൻ? നിന്റെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടടാ. മധു, ഇന്നത്തെ ജോഗിങ് ഒന്ന് ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഐ മീൻ ജോഗിങ്ങിന് ഇന്ന് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തേ, ജലസിയാണോ? ഞാൻ വല്ലതും പറയും. ആ റോസാപ്പ് വെക്കുന്ന ആളെ പിടിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാവെന്ന് ചോദിക്കാൻ വന്നതാ, അത്രേ ഉള്ളൂ. ഓ, ഡെയിലി ഫ്ലവർ ഗിഫ്റ്റ് വെച്ചിട്ട് പോന്ന നിന്റെ ബോയ് ഫ്രണ്ട് അവനല്ലേ? അടിച്ച് നിന്റെ കൊല്ലിഞ്ഞ്. ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ സോറി ഡിയർ. ഓക്കെ, ഇന്ന് തന്നെ അവന്റെ കഥ അങ്ങോട്ട് കഴിച്ചേക്കാം നമുക്ക്. വാടി പോവാം. ഇനി എത്ര നേരം വെച്ചാടി? നീ മാറി, ഞാൻ നോക്കാം. ഇയാൾക്കിന്ന് പണി കൊടുക്കാം. അടിക്കല്ലേ മോളെ, ഇനി ഞാൻ ചെയ്യില്ല. അയ്യച്ചി, ഈ പ്രായത്തിൽ ഇതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ്? അത് ശീലമായി പോയി മോളെ. എന്തോന്ന് ശീലോ? അതെ മോളെ, ഇവിടെ വർക്കൗട്ട് ആയില്ലെങ്കിലേ മേലെ, അവിടെ വർക്കൗട്ട് ആയില്ലെങ്കിലേ താഴെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഇതിലെന്താ എത്ര നാണിക്കാൻ? വായിച്ചിട്ട് തിരിച്ചു വയ്ക്കുമല്ലോ. പേപ്പർ വായന എന്റെ ശീലമായി പോയി. പേപ്പർ വാങ്ങാതിരിക്കുന്നത് മറ്റൊരു ശീലം. മറ്റുള്ളവരുടെ പേപ്പർ കട്ടെടുത്ത് വായിക്കുന്നത് വേറൊരു ശീലം. അപ്പോ ഫ്ലവറും ഗിഫ്റ്റും വെച്ചത് നിങ്ങളല്ലേ? പേപ്പർ വാങ്ങിക്കുന്ന കാര്യത്തിലേ കൺഫ്യൂഷനാ. ഇതിനിടയ്ക്കാണോ ഫ്ലവറും ഗിഫ്റ്റും ഒക്കെ? ഒന്ന് പോ മോളെ. മോളെ മോളെ മോളെ, ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ, എന്റെ മാനം പോകും. വരട്ടെ മോളെ, വരട്ടെ.
രക്ഷപ്പെട്ടു. ഹായ് മധു. നീയോ? പിന്നല്ലാതെ. നീ എന്താ വേറെ ബോയ് ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചോ? എന്റെ പൊന്നെ, ഒരു തമാശ പറഞ്ഞാടി ഞാൻ. വളച്ച് തമാശയായി പോയി. എന്റെ മധു, നീ ദേഷ്യപ്പെടാതെ. നീ എന്താടി രാവിലെ നടക്കാൻ വരാഞ്ഞ്? രാവിലെ നിന്റെ ഈ മോന്ത കണ്ട ആ ദിവസം പോക്ക. എങ്കിൽ രാത്രി നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാടി. എന്താ സാറേ, വളരെ ഹാപ്പിയാണല്ലോ. കാപ്പിയോ? അതെ സാറേ, ഹാപ്പി എന്നാ. ഓ അങ്ങനെ. സാറേ, നിങ്ങൾ വന്ന മനസ്സ് വെച്ചാ ഞാൻ ഹാപ്പി ആകും. കൊച്ചെളുപ്പങ്ങലത്തെ വേണോ? ദാ പിടിക്ക്. ഇപ്പൊ ഹാപ്പി ആയോ? ഹാപ്പി സാർ, താങ്ക് യു സാർ. വാച്ച്മാൻ. ആ സാർ. നമസ്കാരം സാറേ. എന്റെ വീട്ടിലേക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. ഒരു കണ്ണെന്തിനാ സാറേ, 2 കണ്ണും വെച്ചേക്കാ സാറേ. അത് പിന്നെ സാറായിട്ടെന്ത്. ഇതാ. ഓക്കെ, അപ്പൊ പറഞ്ഞു. പുറത്ത് നിൽക്കുമ്പോ വലിയ ആഡംബരമല്ലേ, അകത്ത് കയറിയ നാറ്റക്കേസാ. സാർ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. എന്താ അദ്ദേഹം പറഞ്ഞേ? എന്ത് പറയാനാ സാറേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കിക്കോണോന്ന് പറയുമായിരുന്നു. ഓ, അതാണോ കാര്യം? താനെന്താ എന്നെ നോക്കുന്നേ? അയ്യോ സാറ്, ചുമ്മാ നോക്കിയതല്ലേ, സാറ് വലിയ ആള് തന്നെ. സാറ് ഒരു വേണ്ട. പ്രവാലിക, പ്രവാലിക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് ഡോക്ടർ. നിന്റെ അടുത്തുനിന്ന് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഓക്കെ ഡോക്ടർ. ഒത്തിരി പേരെ കൊന്നു എന്നുള്ളതാണ് തന്റെ പേരിലുള്ള കുറ്റം. താൻ ആ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? നോ ഡോക്ടർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നടന്ന കൊലപാതകങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. റിലാക്സ്. തന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. ട്രസ്റ്റ് മീ. കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് തന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ഉറങ്ങുമായിരുന്നു ഡോക്ടർ. കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്. ഇതിൽ സബ് കോൺഷ്യസ് ഉറങ്ങുന്നൊരവസ്ഥയാണ്. പോലീസുകാര് കൊല ചെയ്യുമ്പോഴുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. ശരീരവും മനസ്സും വേർപിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. പ്രവാലിക, നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിന്നെ നിന്റെ പഴയ അവസ്ഥയിൽ ഞാൻ എത്തിക്കാം. ഓക്കെ ഡോക്ടർ. ഗുഡ്. അങ്ങോട്ട് നോക്കിയേ. വേറൊന്നിലും ശ്രദ്ധിക്കാൻ പാടില്ല. ആ ചുറ്റുന്നതിന്റെ മധ്യഭാഗത്ത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നീ ഉറങ്ങാൻ പോവുകയാണ്. കണ്ണുകൾക്ക് ഭാരം കൂടുന്നു. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കൂ. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കുന്നുള്ളൂ. യു ക്യാൻ ഹിയർ മൈ വോയിസ് ഓൺലി. പ്രവാലിക, യു ആർ കംപ്ലീറ്റ്ലി സേഫ്. പ്രവാലിക, കൊല ചെയ്തു എന്നുള്ള കുറ്റം നീ സമ്മതിക്കുന്നുണ്ടോ? നോ നോ ഡോക്ടർ, നോ, ഞാൻ ചെയ്തിട്ടില്ല. നോ നോ നോ. വാട്ട് ഹാപ്പൻ ഡോക്ടർ? അവൾ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നോ ഡോക്ടർ, അവളാണ് ഈ കൊല ചെയ്തതെന്നുള്ളതിന് എല്ലാ തെളിവുമുണ്ട്. ഇത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ളൊരു പെൺകുട്ടി ഈ കൊലകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആരാണെങ്കിലും ആ അവസ്ഥയിൽ സത്യം മാത്രമേ പറയൂ. ചില സമയത്ത് ഇതുപോലെയുള്ള റെയർ കേസുകളിൽ കുറച്ചുകൂടി ഡീപ്പായി ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം പറയിപ്പിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈ വോൾട്ടേജ്
ആരാണെങ്കിലും സത്യം പറയും. അതിന് നിങ്ങളുടെ പെർമിഷൻ വേണം. ഷുവർ ഡോക്ടർ. വരട്ടെ ഡോക്ടർ. ഇപ്പോൾ നിന്റെ കണ്ണുകൾക്ക് ഭാരം കൂടി. നീ ഉറങ്ങാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കുന്നുള്ളൂ. പ്രവാലിക, എന്ത് ശബ്ദമാണ് കേൾക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല ഡോക്ടർ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? സാറ് പറയുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ. ഗുഡ്. പ്രവാലിക, പോലീസ് എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത്? ഞാൻ കൊലപാതകങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ കഥ വിശ്വസിക്കില്ല. താൻ കൊല ചെയ്യേ, അതും ഈ കൈകൾ കൊണ്ട്. ഐ ഡോണ്ട് ബിലീവ്. എനിക്ക് തോന്നുന്നത് പോലീസ് നിന്നെ തെറ്റിദ്ധരിച്ച് നിന്റെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. ആം ഐ റൈറ്റ്? ഇല്ല ഡോക്ടർ, ഞാൻ തന്നെയാ ചെയ്തത്. വാട്ട്? താൻ കൊല ചെയ്തെന്നോ? അതെ, ഞാൻ തന്നെയാ കൊന്നത്.